ഹായ് ഫ്രണ്ട്സ്, ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ ഇതിനോടൊപ്പം പറയുകയാണ്. നമ്മൾ ചെടികൾ ഒക്കെ കാണുമ്പോൾ പൂക്കൾ അതിൽ നിറഞ്ഞ് കൊല കൊലയായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എല്ലാ വീട്ടമ്മമാർക്കും, ഏത് വീട്ടിലെ ഒരു പെൺകുട്ടിക്കും പൂക്കളോടും അല്ലെങ്കിൽ ചെടികളോടും ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടികളും ഇന്നേ വരെ ഈ ലോകത്ത് ഉണ്ടാവില്ല. ചിലർക്ക് അങ്ങനെ ഇഷ്ടമില്ല, ചിലപ്പോൾ നടാൻ ഇഷ്ടമില്ലായിരിക്കാം, പക്ഷെ കാണാനും ആസ്വദിക്കാനും ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടികൾ പോലും ഈ ലോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൺകുട്ടികളും അതുപോലെ ആസ്വദിക്കുന്നവരുണ്ട്. ഞാനതെടുത്ത് പറയുന്നില്ല, കാരണം ആൺകുട്ടികളുടെ മനസ്സെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ നട്ടയ്ക്കുന്ന ഓരോ ചെടികളും പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ ആ ചെടി എവിടെ നിന്നാണ് വാങ്ങിയത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് കിട്ടിയത്, അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ആ ചെടി പൂത്ത് നിൽക്കുമ്പോഴേ കാണും. പൂക്കാത്ത ചെടിയാണെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ മെമ്മറിയാണ് എനിക്ക് ഈ ചെടികളൊക്കെ തരുന്നത്. അപ്പോൾ ഞാൻ നനച്ച് വളർത്തി അത് പൂത്തു കൊലയായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ പൂക്കളെയും ചെടികളെയും ആസ്വദിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട്, എൻ്റെ 10 മണിയൊക്കെ ഇല്ലാണ്ടായി പോയതാണ്. അപ്പോൾ പുല്ലൊക്കെ പിടിച്ച് അത് വേനലൊക്കെ ആയപ്പോൾ എല്ലാം നശിച്ചു പോയതാണ്. ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് ഒന്ന് പൊടിച്ച് പച്ച പിടിച്ച് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ടും കൂടെ ഞാൻ ഇതിൻ്റെ കൂടി അങ്ങ് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും തെറ്റി തന്നെ എനിക്കൊരു 5-6 ഇനം തെറ്റിയെന്നാണ് ഞാൻ പറയുന്നത്. അതിന് പ്രത്യേകിച്ച് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പല കളറിൽ ഇങ്ങനെ ഓരോ തെറ്റി ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് തന്നെയാണ് വേറൊരു റോസ് കളറാണ്, പിങ്ക് കളറാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നത്. ഒരു ചെടി വാങ്ങിച്ചുകൊണ്ട് നട്ടതാണ്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് നിറവ്യത്യാസം വന്നത്. വിത്ത് വീഴുന്നെന്തോ പൊടിച്ചതാണ്. ഞാൻ എടുത്തിട്ടാൽ അത് പൊടിക്കില്ല, അല്ലാതെ ഇവിടെയൊക്കെ വീട്ടിനടയിൽ അതിൻ്റെയൊക്കെ ചോട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ പൊടിച്ച് വരുമ്പോൾ അത് വേറെ കളറായിട്ടാണ് വരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട്. ഇനി ചെടികളെല്ലാം എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ 8 മിനിറ്റിലും തീരില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ നട്ടയ്ക്കുന്ന എല്ലാ ചെടികളെയും ഓരോന്നോരോന്നായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങ് ഓട്ടിച്ച് പോവുകയാണ്. അപ്പം കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ലാഗ് അടിക്കും, കാണാൻ അത്ര തന്നെ. അത് ആസ്വദിക്കാൻ അറിയാത്തവർക്കാണ് ആ ലാഗ് അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭംഗിയൊന്ന് കാണാൻ തന്നെ എന്നെ പോലുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, മറന്നു പോയവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇതെൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ മണ്ണിടിച്ച് റോഡിൻ്റെ അങ്ങറ്റം വരെ മണ്ണിടിച്ച് നല്ലൊരു താഴ്ചയാണ്. ഞാൻ മറ്റൊരു വീഡിയോ ഒരിക്കൽ ഞാൻ ചെയ്യുന്നതാണ്. താഴ്വശത്ത് ചെന്ന് നിന്നും കൊണ്ട് ഞാനൊരു വീഡിയോ ഞാൻ എടുക്കും. ഇതിൻ്റെ താഴെ തട്ടിപ്പോയ റോഡാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ എനിക്ക് ഈ മലയും കുന്നും ആകാശം എന്ത് ഭംഗിയുള്ള, ഊട്ടിയിലും കൊടൈക്കനാലിലും ഒന്നും പോകണ്ട, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നാൽ മതി. നല്ല സുന്ദരമായ കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവരും കാഴ്ചകൾ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞു പോകേണ്ടതില്ല. നമ്മളുടെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് ഭംഗിയായി നമുക്ക് കാണാൻ കഴിയുന്ന, നമ്മളെ കണ്ണിന് കാണാൻ കഴിയുന്ന കൗതുകമുള്ള കാഴ്ചകൾ നിറയെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ട് ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റ് കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.